والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب من كتاب العلم لا അടുത്ത ഫസിൽ الترغيب في الرحلة في طلب العلم. ഇൽമു നേടാൻ വേണ്ടി യാത്ര പോകുന്നതിന്റെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന്റെ പ്രോത്സാഹനവുമായിട്ടുള്ള ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. وبرنا حديثا. وعن زيد بن حبيش قال: أتيت صفان بن عسال المرادي رضي الله عنه قال: ما جاء بك؟ قلت: أنبت العلم. صفان بن عسال رضي الله عنه അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഒരു വ്യക്തി വന്നു. അപ്പൊ എന്തിനാണ് വന്നു ചോദിച്ചപ്പോൾ ഇൽമു നേടാനെന്ന് പറഞ്ഞു. قال فإني سمعت رسول الله صلى الله عليه وسلم يقول. അപ്പോൾ സഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ما من خارج خرج من بيته في طلب العلم إلا وضعت له الملائكة أجنحتها رضا بما يصنع. ഒരാളുമില്ല, അവന് ഇൽമു നേടാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവൻ ചെയ്യുന്ന ആ പ്രവർത്തനത്തിനോടുള്ള തൃപ്തി കൊണ്ട് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കാതെ. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയമാണ് ഇവിടെ പറയുന്നത്. ഇൽമു നേടാൻ വേണ്ടി ഉള്ള ഉലമാക്കളുടെ അടുക്കിലേക്ക് പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പണ്ട് കാലത്ത് നമുക്കറിയാം, ഇന്ന് കാലത്തെ പോലെ സൗകര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇൽമു നേടാൻ ഉലമാക്കളുടെ അടുക്കിലേക്ക് യാത്ര പോയി പഠിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. മാസങ്ങളോളം ഒരു ഹദീസിന് വേണ്ടി മാത്രം മാസങ്ങളോളം യാത്ര ചെയ്ത സലഫുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തേക്ക് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും ഇൽമു നേടാൻ വേണ്ടി പോയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് വലിയൊരു തൗഫീഖുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോ ലോകത്തുള്ള ഏതൊരു ഭാഗത്തും മസ്ജിദ് നബവിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്ന ദർസുകൾ അതേ സമയം തന്നെ കേൾക്കാനും കാണാനും ഒക്കെ അവസരമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇൽമു നേടുക എന്നുള്ളത് അവരന്ന് സഹിച്ച ത്യാഗം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ സുഖത്തിലാണ്. നമ്മൾ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. وعن أبي أمامة عن النبي صلى الله عليه وسلم قال. أبو أمامة رضي الله عنه النبي صلى الله عليه وسلم പറഞ്ഞു: من غدا إلى المسجد لا يريد إلا أن يتعلم خيرا أو يعلمه. ഒരാൾ രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെടുകയാണ്. അവൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഖൈർ പഠിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം. രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ഖൈർ ആയിട്ടുള്ള കാര്യം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് പുറപ്പെടുന്നതെങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു. അവന് ഹജ്ജ് ചെയ്ത പൂർണ്ണമായ പ്രതിഫലം അവനുണ്ടായിരിക്കുന്നതാണ്. മസ്ജിദിൽ വന്ന് ഇൽമു നേടാൻ അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ ആ ഉദ്ദേശത്തില് രാവിലെ പുറപ്പെടുന്നുണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ അവന് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. താമ്മൻ ഹജ്ജതുഹു, പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞത് കാണാം. അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഇൽമു നേടുക, പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിവില്ല എങ്കിൽ അത് പഠിക്കുന്ന ആളുകളായി, അത് കേൾക്കുന്ന ആളുകളായി നമ്മൾ മാറണം. وروي عن أبي هريرة رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من جاء مسجدي هذا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദ് നബവിയിൽ നിന്ന്, മദീനത്തിൽ നിന്ന് പറയാണ്, ആരെങ്കിലും ഈ മസ്ജിദിലേക്ക് വരികയാണ്, ലം യഅതിഹി ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു. അവൻ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഖൈറായിട്ടുള്ള കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ വേണ്ടിയിട്ടാണ്. ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുടെ സ്ഥാനത്താണ്. വമൻ ജാഅ ലിഗൈരി ദാലിക്, അതല്ലാതെ മസ്ജിദിലേക്ക് വന്നിട്ടുണ്ടോ ഉള്ളവൻ, അവന് പഠിക്കണം എന്നൊന്നും ഉദ്ദേശമൊന്നുമില്ല. ഫഹുവ ബിമൻസിലത്തി റജുലി യൻദുറു ഇലാ മതാഇ ഗൈരിഹി. അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ചരക്കിലേക്ക് നോക്കി നിൽക്കുന്നവന്റെ ഒരാളെ പോലെയാണ് എന്നത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു മൻ ജാഅ മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദിലേക്ക് വരുന്നവൻ എന്നാണ്. രണ്ട് രീതിയിൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചു. ഒന്ന്,
മസ്ജിദ് നബവിയിൽ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഫദ്ലാണ്. മസ്ജിദ് നബവിയിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിന്റെ ഫദ്ലാണ് എന്ന് പറഞ്ഞ് കാണാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അതെല്ലാ മസ്ജിദിനും പൊതുവായിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദി ഹാദ, എന്റെ ഈ മസ്ജിദ് എന്ന് പറയാനുള്ള കാരണം അവർ വിശദീകരിച്ചു. കാരണം അന്ന് ഇൽമ് നേടാൻ വേണ്ടി ആളുകൾ വരാനുള്ള മസ്ജിദായിട്ട് എന്താണുള്ളത്? മസ്ജിദ് നബിയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണുള്ളത്. അവിടെ നിന്നാണ് ആളുകളോട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇതെല്ലാ മസ്ജിദിനും ബാധകമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. വേറെയും ഹദീസുകൾ അതിനോട് യോജിച്ചതായതുകൊണ്ട് അതാണ് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. അപ്പോ മസ്ജിദ് നബവിയിൽ ആവട്ടെ അല്ലെങ്കിൽ മസ്ജിദുകളിൽ ഇൽമു നേടാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വരിക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ്. കഴിഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത്? ഹജ്ജ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ്. ഇവിടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പറഞ്ഞു. ഇവിടെ മുജാഹിദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ ഫദ്ലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ്. ആ സ്ഥാനത്താണ് ഇൽമു നേടുന്നത്. വമൻ ജാഅ ലിഗൈരി ദാലിക്, എന്നാൽ ഇൽമു നേടണമെന്നോ അങ്ങനെ ഒന്നും ഉദ്ദേശമൊന്നുമില്ലാതെ വരുന്ന ആളാണെങ്കിൽ അവന്റെ അവസ്ഥ ഫഹുവ ബിമൻസിലത്തി റജുലി യൻദുർ ഇലാ മതാഇ ഗൈരി, വേറൊരാളുടെ ചരക്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനെ പോലെയാണ്. അതായത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കാരം അതുപോലെ തന്നെ ദീന് പഠിക്കലൊക്കെ നടക്കേണ്ട സ്ഥലമാണ്. ഖുർആൻ പാരായണവും പഠിക്കലൊക്കെ നടക്കേണ്ട സ്ഥലമാണ് മസ്ജിദുകൾ. പല മസ്ജിദുകളും നമ്മുടെ നാട്ടില് 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല, ദീനെ പഠിക്കാൻ ഉപയോഗിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരു ഉദ്ദേശമില്ലാതെ അവിടെ വന്നിട്ട് ഉള്ള ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരാളൊരു ചരക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അവരാരെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുക എന്നൊന്നും നേടാതെ അതുപോലെ ഒരു അവസ്ഥയാണ്, ഒരു കാണി അതുപോലെയുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞു കാണാം. അപ്പൊ നമ്മൾ മസ്ജിദുകളിൽ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന പഠിക്കാൻ തയ്യാറാകുന്ന ആളുകളായി നമ്മൾ മാറണം. അടുത്ത ഹദീസ് قال رسول الله صلى الله عليه وسلم أنس بن مالك رضي الله عنه പറഞ്ഞു من خرج في طلب العلم فهو في سبيل الله حتى يرجع, ആരെങ്കിലും ഇൽമു നേടാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മടങ്ങി വരുന്നത് വരെ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവനാണ് ഇൽമു നേടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളവൻ. അപ്പൊ നമുക്ക് ഏത് സമയത്തും ഇപ്പൊ ഒരു മസ്ജിദിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കാണെങ്കിലും എന്താണെങ്കിലും ഇൽമു നേടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പുറപ്പെടുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ആ സമയത്തോളം ഉള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക, നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇൽമിന്റെ സദസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ലഭിക്കാൻ, അത് നേടാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അത് കുറച്ച് ദൂരത്താണെങ്കിലും നമ്മൾ പോകുന്ന ആളുകളായി മാറണം. അതുപോലെ തുലാബുകൾ ഇന്നുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഉലമാക്കളുടെ അടുക്കിലേക്ക് പോകാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പരിശ്രമിക്കുകയും വേണം. വളരെ ഫദ്ലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.